കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. പാക് ISIS, ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പേരാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കാൻ സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകി. വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും അതീവ സുരക്ഷ പുലർത്താനാണ് നിർദ്ദേശങ്ങൾ. ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണം. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ശക്തിപ്പെടുത്തി അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സുരക്ഷാ പരിശോധന കർശനമാക്കണം. ക്രമസമാധാന പ്രശ്നങ്ങളും സംഭവങ്ങളും ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും അതിനുവേണ്ടുന്ന നടപടികളും സ്വീകരിക്കണമെന്ന് പോലീസിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെക്കാലമായി കേന്ദ്രം എന്തൊക്കെയാണോ വിഭാവനം ചെയ്യുന്നത് അതിന് തുരങ്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ലൊരു വിഭാഗം ആളുകൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത് റെയിൽവേയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, റെയിൽവേയിൽ പലയിടത്തും റെയിൽ പാളം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കേരളത്തിലെ ആരിലെങ്കിലും ഒക്കെ എത്തിച്ചേരുന്നതുമൊക്കെ ആയിട്ടുള്ള വാർത്തകൾ നിത്യസംഭവങ്ങളായിരുന്നു ഒരിടയ്ക്ക്. വന്ദേ ഭാരതിന്റെ ചില്ല് തിരൂരിൽ നിന്ന് എറിഞ്ഞു തകർക്കുക തുടങ്ങിയ റെയിൽവേയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ, അവരും ലക്ഷ്യം വെച്ചത് ആരെ തന്നെയായിരുന്നു? റെയിൽവേയെ തന്നെയായിരുന്നു. അപ്പൊ ഈ രൂപത്തിൽ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാനും റെയിൽവേക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട്, വലിയ ഒരു പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്, ഏത് സമയം വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യം റെയിൽവേക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവർ റെയിൽവേയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. മുമ്പ് പല സംസ്ഥാനങ്ങളിലും കണ്ട ഇതേ റെയിൽവേ തകർക്കാനുള്ള ശ്രമം ഇപ്പോൾ ഈ കേരളക്കരയിലും കാണുന്നേ ഉള്ളൂ. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയിലെ സൈനികർ സഞ്ചരിച്ച ട്രെയിൻ സ്ഫോടനം നടത്തി തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പ് സമയോചിതമായ ഇടപെടലോടുകൂടി മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായതായിട്ട് അന്ന് അധികൃതർ അറിയിച്ചത്. ഒരുപാട് കാലമായിട്ടില്ല, ഏറിയാൽ 1 വർഷം. ട്രാക്കിൽ നിന്ന് 10 ഡിറ്റണേറ്ററുകളാണെന്ന് കണ്ടെത്തിയത്. സഗ്ഫാത്ത എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു ആ സംഭവം അന്ന് അരങ്ങേറിയത്. ജമ്മു കാശ്മീരിൽ നിന്ന് കർണാടകയിലേക്ക് പോകുകയായിരുന്ന സൈന്യത്തിന്റെ പ്രത്യേക ട്രെയിനാണ് ഡിറ്റനേറ്ററുകൾ ഉപയോഗിച്ച് അതിന്റെ മുകളിലൂടെ ട്രെയിൻ കടന്ന സമയത്ത് സ്ഫോടനമുണ്ടായി. ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ട്രെയിൻ നിർത്തി. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ വിവരം അറിയിച്ച് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു. ആ സമയത്ത് തന്നെ ലോക്കോ പൈലറ്റ് അത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ട്രെയിൻ നിർത്താൻ സാധിക്കുമായിരുന്നില്ല. സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു വലിയ അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ രാജ്യത്തിന്റെ ഒരുപാട് സൈനികരുടെ ജീവൻ അന്ന് തന്നെ പൊലിയുമായിരുന്നു. ആ അക്രമത്തിൽ പിന്നീട് ആർക്കും പരിക്കേറ്റില്ല. ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ ATS, ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA, റെയിൽവേ, ലോക്കൽ പോലീസ്, അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥര് ഇവരൊക്കെ അടങ്ങുന്ന സംഘം ഉടൻ തന്നെ എത്തി അന്വേഷണം ദ്രുതഗതിയിൽ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. അതേസമയം ഉത്തർപ്രദേശിലെ കാൺപൂരില് ഓർമ്മയിലെ നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് കനയ്യലാല് കാൺപൂരുകാരനാണ്, അയാളെ കൊന്നില്ലേ, നൂപുർ ശർമ്മയുടെ പോസ്റ്റ് ഫോളോ ചെയ്തു, ഷെയർ ചെയ്തു എന്ന കാരണത്താൽ ആ കാൺപൂരിലെ കലാപത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും വീടുകൾ ബുൾഡോസർ ഇറങ്ങി കുറച്ച് മൺകൂന മാത്രമാക്കി മാറ്റി. അത് യോഗി ആയതുകൊണ്ട് യോഗിക്ക് അതിനെ സാധിച്ചു. എല്ലാ ഭരണാധികാരികൾക്കും അത് സാധിക്കില്ല എന്നത് നേരെ. അങ്ങനെ ആ കാൺപൂരിലെ റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടറാണ് കണ്ടെത്തിയത്. അതും ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. അതുപോലെ പ്രോംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസമാണ് 5:50 വെളുപ്പിനെ, വൈകിട്ട് 5:50 അല്ലല്ലോ, റെയിൽവേ ടൈം അല്ലേ, വെളുപ്പിനെ 5:50 മറ്റൊരു സംഭവം അരങ്ങേറുന്നത്. പ്രയാഗ്രാജില് നിന്ന് കാൺപൂരിലേക്ക് പോകുകയായിരുന്ന ചരക്ക് ട്രെയിൻ സിലിണ്ടർ ശ്രദ്ധിച്ച ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ബ്രേക്ക് പിടിച്ചു. സിലിണ്ടറിൽ ഇടിക്കുന്നതിന് മുമ്പ് ട്രെയിൻ നിന്നു. റെയിൽവേ പോലീസ് എത്തി സിലിണ്ടർ മാറ്റി. 5 കിലോയുടെ 4 സിലിണ്ടർ ആയിരുന്നെന്നും പരിശോധന തുടരുകയാണെന്നും നോർത്ത് സെൻട്രൽ റെയിൽവേ വക്താവ് അന്ന് അറിയിച്ചു. അട്ടിമറി നീക്കം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ്. ഈ മാസം ആദ്യവും
ഈ സമാനമായിട്ടുള്ള സംഭവം അരങ്ങേറിയതായിട്ട് റിപ്പോർട്ട് സംഭവിച്ചിട്ടുണ്ട്. ട്രാക്കിൽ വെച്ചിരുന്ന LPG സിലിണ്ടറിൽ പ്രയാഗ്രാജ് ഭിവാനി കാളിന്തി എക്സ്പ്രസ്സിൽ ഇടിക്കുകയായിരുന്നു. ലോക്കോ പൈലറ്റ് ബ്രേക്ക് പിടിച്ചു, എങ്കിലും സിലിണ്ടറിൽ തട്ടിയ ശേഷമാണ് ട്രെയിൻ നിന്നത്. കഴിഞ്ഞ മാസം 17-ാം തീയതി കാൺപൂരിന് സമീപം 22 കോച്ചുകളുള്ള വാരണാസി അഹമ്മദാബാദ് സബർമതി എക്സ്പ്രസ് ഒരു വസ്തുവിൽ തട്ടിപ്പാളം തെറ്റി. ഇങ്ങനെ നമുക്കറിയാം പല സന്ദർഭങ്ങളിലായി ഇവർ ഇതിന് തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഷാരൂഖ് സൈഫി അവൻ ഇവിടെ ഡൽഹി ഷഹീൻ ബാഗിൽ നിന്ന് കെട്ടിയെടുത്തതാ. അവൻ ലക്ഷ്യം വെച്ചത് എന്താ? ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നു. കോഴിക്കോട് ഏലത്തൂരി വെച്ചിട്ടാണ് അവൻ പെട്രോൾ ഒഴിച്ചത്, അതും പെട്രോൾ സ്റ്റേഷന് സമീപം. കാരണം ഇവരെടുക്കുന്ന എഫേർട്ടിന് തത്തുല്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നല്ല രൂപത്തിൽ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ട് അർത്ഥമില്ലല്ലോ. കുറെ ആളുകളെങ്കിലും നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതൊന്ന് കാണണം. പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുന്നവനും അല്ലാഹു അക്ബർ, ചിതറിത്തെറിക്കുന്നവനും അല്ലാഹു അക്ബർ. പരിശുദ്ധ മാസം അല്ലേ? ഒരു നോമ്പിന് 9 ബോംബ് എന്ന രൂപത്തിൽ പാകിസ്ഥാനിൽ ചിതറിത്തെറിച്ചു കൊണ്ടിരിക്കുക, ഗാസയിൽ ചിതറിത്തെറിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികൾ ഏതാണ്ടൊന്ന് അടങ്ങി എന്നാണ് കേൾക്കുന്നത്. എന്തിന്റെ കേടാണിതിനൊക്കെ? ഇപ്പോ ഈ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് ദണ്ട് വെച്ച ഒരു യുവാവ് അറസ്റ്റിലായ വിവരം നമ്മൾ കണ്ടില്ലേ? അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയാണ് സമത്പ്രസ് ഷെയ്ഖ് എന്ന ഒരു 20കാരനും റെയിൽവേ പോലീസിന്റെ പിടിയിലാവുന്നു. നോക്കണം, മുംബൈയിലെ കാർ സാന്താക്രൂസ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു സംഭവം. ഒരു രാത്രി 8:30 ഒരുപാടായിട്ടില്ല, ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. 8:35 ഈ ഗൊരേഗാവ് CSTM ലോക്കൽ ട്രെയിന് ഒരു ഇരുമ്പ് ദണ്ടിൽ ഇടിച്ചു കയറുന്നു. വലിയ ശബ്ദം കേട്ടതിന് പിന്നാലെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി വിവരം സ്റ്റേഷനിൽ അറിയിച്ചു. തുടർന്ന് RPF സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ 15 അടി നീളമുള്ള ഇരുമ്പ് ദണ്ടാണ് അവിടെ കണ്ടെത്തിയത്. സംശയാസ്പദമായി മറ്റ് വസ്തുക്കളൊന്നും അവിടെ കണ്ടെത്തിയില്ല. ഷെയ്ഖ് ഇത് മോഷ്ടിച്ചതാണ് എന്നാണ് സൂചന. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അബ്ദുൽ ഖാദർ ഈ സമത്പ്രസ് ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. CC ക്യാമറയിൽ ആളും പതിഞ്ഞിട്ടുണ്ട്. ഇത് വിറ്റ് മയക്കുമരുന്ന് വാങ്ങാനായിരുന്നു തീരുമാനം. പിന്നീട് ആ ദണ്ട് ട്രാക്കിൽ വയ്ക്കുകയായിരുന്നു. കാരണം അപ്പോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ ലഹരി കിട്ടും. ഒരുപാട് ആളുകൾ ഒറ്റയടിക്ക് അങ്ങ് തീർന്നു കിട്ടില്ലേ? ഇവരുടെ മനസ്സുണ്ടല്ലോ വളരെ മലിനമാണ്. ഇവരെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് പുനർവിചിന്തനം നടത്താൻ സാധിക്കില്ല. ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ചിന്താശേഷിയില്ലാത്ത ഒരു ജനവിഭാഗമാണ് ഇവര്. ഈ റെയിൽവേ ട്രാക്ക് നശിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്താ കിട്ടുന്നത്? റാഷിദ് അബ്ദുള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണ്ണൂരിൽ നിന്ന് ഐസിസിലേക്ക് പോയത് ചിതറിത്തെറിക്കാൻ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? കുംഭമേളയ്ക്ക് നിങ്ങൾ ഇടിച്ചു കയറണം, പൊട്ടിത്തെറിക്കണം, അതല്ലെങ്കിൽ നിങ്ങളൊരു റെയിൽ പാളമെങ്കിലും തകർക്കാൻ ശ്രമിക്കണം. ഇവൻ്റെയൊക്കെ മനസ്സിലുണ്ടല്ലോ 3 വയസ്സ് മുതൽ കുത്തിവെക്കപ്പെടുന്ന മാരകമായിട്ടുള്ള ഈ വിഷമുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റില്ല. ആ മദ്രസകളിൽ നിന്നും ലഭിക്കുന്ന മതപഠനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് മുസ്ലിങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കൽ നമ്മുടെ ദൗത്യമാണ് എന്ന ഒരു വാസന, എന്ന ഒരു ചോദന, ഒരു ലക്ഷ്യം ഇവരുടെ രക്തത്തിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് രാജ്യസ്നേഹവും ജനാധിപത്യ മര്യാദകളും മതേതരത്വവും സഹജീവി സ്നേഹവും ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം മതം അവരുടെ തലച്ചോറിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മൾ പറയുന്നതൊന്നും അങ്ങോട്ടേക്ക് ചെല്ലത്തില്ല. വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ ബോധ്യത്തിന് എന്ത് പ്രസക്തിയാണ്? ചിന്തയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നന്ദി.